ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഒരുപാട് ദിവസമായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഇപ്പോഴാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ മാർക്കറ്റിൽ പോയപ്പോൾ നല്ല ഞണ്ട് കിട്ടിയായിരുന്നു കേട്ടോ. നല്ല ജീവനുള്ള ഞണ്ടായിരുന്നേ. അത് നിങ്ങൾക്കിപ്പോൾ കണ്ടാലും മനസ്സിലാവുമല്ലോ. കയ്യിൽ നിന്നൊക്കെ ചാടിപ്പോയി. ആശാനെ ഒരു പ്രകാരത്തിലാണൊന്ന് ഫ്രിഡ്ജിലൊക്കെ കയറ്റി ജീവൻ കളഞ്ഞൊക്കെ എടുത്തത് കേട്ടോ. പിന്നെ നമ്മൾ കുക്കിങ്ങിന് വേണ്ടിയിട്ട് ഇത് ക്ലീൻ ചെയ്യാൻ തുടങ്ങി. അമ്മച്ചിയുടെ നേതൃത്വത്തിലാണ് ക്ലീൻ ചെയ്യുന്നത്. പക്ഷെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് നല്ല കുട്ടപ്പനാക്കി തന്നു കേട്ടോ. പിന്നെ കുക്കിംഗ് എൻ്റെ നേതൃത്വത്തിലായിരുന്നേ. അപ്പോൾ ആദ്യം തന്നെ ഈ ഞണ്ടുകുട്ടന്മാരെ വൃത്തിയാക്കി മുറിച്ച് ഒക്കെ വെച്ചതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുടംപുളിയും ഉപ്പും കൂടി ഇട്ട് ഇവന്മാരെ ഒന്ന് വേവിച്ച് മാറ്റി വയ്ക്കണം കേട്ടോ. എന്നിട്ടാണ് നമ്മൾ കുക്കിങ്ങിലേക്ക് പോകുന്നത്. ഇവിടെ വീട്ടിലെല്ലാവർക്കും ഞണ്ട് കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ നമ്മൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ വാങ്ങുമ്പോൾ ക്വാണ്ടിറ്റി വളരെ കുറവായിട്ടാണ് തോന്നാറ്. ഒരു 250 രൂപയ്ക്കൊക്കെ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയാണ്. പക്ഷേ ഇപ്പോൾ ഈ നന്നാക്കുന്ന ഞണ്ട് നമുക്കൊരു 250 രൂപ താഴെ രൂപയായിട്ടുള്ളൂ കേട്ടോ. പക്ഷെ ഇത്ര ഞണ്ടും കിട്ടി. നമ്മുടെ വീട്ടിലെല്ലാവർക്കും കഴിക്കാനും പറ്റി, കൊതി മാറി കഴിക്കാൻ പറ്റി കേട്ടോ. ഇപ്പം നമ്മളൊരു മൺചട്ടിയിലാണ് കേട്ടോ ഇത് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ അടുപ്പ് കത്തിച്ച് ചട്ടി വെക്കുക. ചട്ടി ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ചതച്ച വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ ഒരു സവാള അരിഞ്ഞതും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുവാണേ. നന്നായിട്ട് വഴറ്റുക. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ. അപ്പോൾ നമുക്കത് പെട്ടെന്ന് വഴച്ചെടുക്കാൻ പറ്റും. അത് വഴന്ന് വരുമ്പോഴത്തേക്ക് അതിലേക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുരുമുളക് പൊടിയും കൂടെ ചേർക്കണം. കുരുമുളക് പൊടിയിലാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്നാണ് ഇവിടെ അമ്മച്ചിയൊക്കെ പറയുന്നത് കേട്ടോ. പിന്നെ ഇത് നന്നായിട്ട് ഈ പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കുക. എന്നിട്ട് ആ അരപ്പിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഞണ്ടില്ലേ, അതിൻ്റെ കുറച്ച് വെള്ളം ഉണ്ടാവും. അതങ്ങ് ഒഴിച്ചു കൊടുത്ത് ഈ അരപ്പൊന്ന് നനച്ചെടുക്കണേ. അപ്പോൾ പെട്ടെന്ന് ഈ ഞണ്ട് നമ്മൾ കഷ്ണങ്ങളിടുമ്പോൾ അതിനകത്തേക്ക് ഈ അരപ്പ് മുഴുവനായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് കഷ്ണങ്ങളും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഉപ്പൊക്കെ നോക്കി പാകമാണെങ്കിൽ അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് അങ്ങ് വേവിക്കാം കേട്ടോ. അത് 20 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ കാണുന്നതാണ് നമ്മുടെ ഞണ്ട് റോസ്റ്റ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റായിരുന്നു. ഞാൻ അന്ന് പറഞ്ഞതുപോലെ ഞണ്ട് കറി ഉണ്ടെങ്കിൽ 2 കറി വേണ്ട. അപ്പോൾ ഞാനിന്ന് ഞണ്ട് കറി കൂട്ടി മാത്രമാണ് കേട്ടോ ഊണ് കഴിച്ചത്.